ഫോണിൽ ചാർജില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പവർ കട്ടാവുണ്ട്, എന്താ അറിയില്ല. സമയം ഇപ്പോൾ ഒരു 6 മണീൻ്റെ അടുത്തായിട്ടുണ്ടാവും. അപ്പം ഞാൻ ആക്ച്വലി ഒരു വ്യൂ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. അയ്യോ ഷൂട്ടില്ല, കുറച്ചും കൂടി എടുത്ത് കാണിച്ചു തരാം. അവിടെ തൊട്ട് ഇങ്ങനെ താഴോട്ടല്ല, ഒരു വലയമാണ് ഫുള്ള് മലയുടെ. അതിൻ്റെ നടുക്കിൽ ഞങ്ങൾ അടിപൊളി സൺറൈസ്. എൻ്റെ അവൻ എന്ത് രക്ഷയില്ലാത്ത സ്ഥലമാണ്. കുറച്ചും കൂടെ നേരത്തെ ചന്ദ്രനും അതിൻ്റെ മേലെ ഒരു പൊട്ടുവട്ട പോലെ ഒരു നക്ഷത്രവും കണ്ടായിരുന്നു. ഭയങ്കര വിഷ്വൽ. അവിടെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗ്യാപ്പ് റോഡിലോട്ട് പോകാൻ. കുറച്ചൊരു ഡ്രോൺ ഷോട്ടും ഫോട്ടോഷൂട്ടിനൊക്കെ എല്ലാവരും ഗ്യാപ്പ് റോഡിൽ ഫോട്ടോസ് എടുക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഡ്രോൺ ഷോട്ട്സ് എന്തൊക്കെയോ പരിപാടിയൊക്കെ ഉണ്ട്. ഇവ പോലീസ് സൺറൈസ് ഒക്കെ ആണല്ലോ ഇഷ്ടം. ആക്ച്വലി വെയിൽ നല്ലപോലെ വന്നു തുടങ്ങി, ഇനിയിപ്പം ചൂടും വന്നു തുടങ്ങും. അതാ സീന്. നമ്മളെ മുന്നിൽ ഫുള്ള് ബൈക്സാണ്. ആൾക്കാരാണ്. ഞാൻ കുറച്ചും കൂടെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഒന്ന് എണീറ്റ് നിൽക്കണം. അറിയില്ല, നോക്കാം. നമ്മൾ ആക്ച്വലി കോഴിക്കോട് നിന്ന് ഇവിടം വരെ വന്ന ഗ്യാങ് അല്ല ഇപ്പോൾ ഉള്ളത്. നമ്മളെ വാലിവിടെ ആണെങ്കിൽ തല അപ്പുറത്താ, അത്രയും ദൂരമുണ്ട് സാധനം. അണ്ണാച്ചേ വളിവിടുങ്കോ അല്ല, മോശമായി പോയി. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയിട്ട് ഒരു നമ്മൾ എത്തിയതിന് ശേഷം ഒരു 6 മണിക്ക് മുതൽ തണുപ്പ് കയറിയിട്ടുണ്ട്. പിന്നെ ഒരു 15 ഡിഗ്രീസ് വരെ മാക്സിമം ഇന്നലെ രാത്രി തണുപ്പ് പോയിട്ടുണ്ടാവും. തണുപ്പെന്ന് വെച്ചാൽ മുട്ടിഞ്ഞ തണുപ്പായിരുന്നു. ഇന്ന് രാവിലെ നമ്മളെ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു, കറണ്ട് പോയായിരുന്നു. അപ്പം രാവിലെ പെട്ടെന്ന് വണ്ടി എടുത്ത് താഴോട്ട് പോയി. അതും ആ മുട്ടിഞ്ഞ തണുപ്പിൽ ഒരു ട്രൗസറും ഒരു ടീഷർട്ടും മാത്രം ഇട്ടിട്ട് പിന്നെ കിളി പാറിപ്പോയി എൻ്റെ. ആ ഇപ്പോഴോ? ആദ്യം ഞാൻ കാണിച്ചത് കോഴിക്കോട് ടു മൂന്നാർ മാത്രമായിരുന്നു. ഇനി മൂന്നാറിൽ വന്നിട്ട് ഫുൾ മോട്ടോർ സൈക്കിൾസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 1 സെക്ക്. സീന് അതാണ് നമ്മളെ ഡ്രോൺ ടീം എന്ന് തോന്നുന്നു. ഡ്രോൺ ടീമാണോ എനിക്കറിയില്ല, അറിയില്ലോട്ടെ. 110 കറങ്ങി അവസാനം 3 കട്ട മാത്രം ബാക്കിയുണ്ട്. വീട്ടിലെത്തുമായിരിക്കും, പോണ വഴി അടിക്കണം എന്തായാലും. ഡ്രോൺമാൻ അതവിടെ, ഡ്രോൺ അതവിടെ. കാല് പിടിച്ച് ചോദിച്ച് മേടിച്ചൊന്നുമല്ല, ചോദിച്ചപ്പോൾ സ്നേഹത്തോടെ തന്നാണ്. 500X കൈ കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഗ്യാപ്പ് റോഡിൻ്റെ താഴോട്ട് ഇന്നലെ പറഞ്ഞിരുന്നു ഇന്ന് പോകണമെന്ന്. അപ്പം ഇന്ന് തന്നെയാണല്ലോ പോവാം അല്ലേ? അപ്പോൾ ആയിക്കോട്ടെ. നമ്മൾ വിമൽ ചേട്ടൻ കൂടെ ഉണ്ട്. വിമൽ ചേട്ടാ പോവാ ചേട്ടാ? എന്നെ പറ്റി പൊക്കി പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ അടുത്തും. വിമൽ ചേട്ടൻ സുന്ദരനാണ്, സുഗന്ധനാണ്. അതെ വിട്ടോ ഓക്കെ. സോ വി ആർ ഓൺ ദി 500X വിത്ത് 2 കട്ട പെട്രോളൊക്കെ അവരടിച്ചോളും എന്ന് വിചാരിക്കുന്നു. എൻ്റെ മോനെ, എടാ കോഴിക്കോടേക്ക് ഇത് എടുത്താലോ? എനിക്ക് തരുമെന്ന് വെച്ചാലോ, ഞാൻ കൊണ്ടുപോയാലോ? എൻ്റെ മോനെന്ത് സീനിസ്റ്റാ. മൂട് വണ്ടി. ഈ വ്യൂവും നമ്മളെ ഈ ബിഗ് ബൈക്കും ഒരു രക്ഷയില്ലേ കാണാൻ. ആ ലേക്കിൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റുമോ എനിക്കറിയില്ല. എന്നാലും എനിക്കിത് അതിൻ്റെ അടുത്തോട്ട് തന്നെ പോകുന്നതെന്ന് തോന്നുന്നു. നമ്മൾ ആക്ച്വലി അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. പിന്നെ നമ്മളെ ചെക്കനും ഒന്ന് വണ്ടി ഓടിക്കാൻ കൊടുക്കാം. ആഗ്രഹങ്ങൾ പലതരം. കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ടെങ്കിൽ വിൻഷീൽഡ് വിൻബ്ലാസ്റ്റ് ഉണ്ടാവില്ല. അതിപ്പോൾ കറക്റ്റ് എൻ്റെ ഹെൽമെറ്റിൽ അടിക്കേണ്ട വിൻഡ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നമുക്കിങ്ങനെ ചില്ല് ചെയ്ത് പോവാം. അധികം സ്പീഡൊന്നും എടുക്കാതെ എൻജോയ് ചെയ്ത്. നിന്നോടിക്കാനും മൂടാട്ടോ വണ്ടി.
വീടിലേക്ക് എൻ്റെ മോനെ എനിക്ക് ഇങ്ങനെ വേണ്ടേ, രണ്ടാളോ ഒരാളോ പീസ്ഫുള്ളായിട്ട് ഒരു സ്ഥലത്ത് പോവാ. അവിടെ ഒരു ചായ പിടിച്ചാലോ? പക്ഷെ അവിടെ ജീപ്പേ ഉണ്ടാവില്ലല്ലേ? ഷടാ, അവിടെ പൈസ ഇല്ല, കാണാൻ ലുക്ക് ഉണ്ടേ ഉള്ളൂ. എന്നാ ഒരു റൗണ്ട് അടിച്ചോ. എൻ്റെ മോനെ എന്ത് രസമാടാ. ഇവിടെ ഇതുപോലൊരു ചായക്കട തുടങ്ങിയാൽ മതി. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വണ്ടി എടുക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് ആക്ച്വലി അവിടെ വരെ പോകായിരുന്നു. വളരെ രസമുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് വീണാൽ ഇപ്പോൾ കാലൊടിയും, സീനായിരിക്കും. പക്ഷേ ദ വ്യൂ ഇസ് പോളി ബ്രോ. എൻ്റെ മോനെ മൂടെന്നൊക്കെ പറഞ്ഞാൽ പൊളി വൈബ്. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ. നല്ല ഫുള്ള് മരങ്ങളായതുകൊണ്ട് സൈഡിലൊക്കെ. ഫ്രണ്ടത്തെ ആ വ്യൂവും അടിപൊളിയാണ് ആക്ച്വലി. നല്ല രസമുണ്ട് കാണാൻ. സ്മൂത്ത് കോർണേഴ്സ് ആണ്, ഹാർഡ് കോർണേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ല. നല്ല ക്യൂട്ട് അല്ല. അപ്പം തന്നെ ഒരു ഹാർഡ് കോർണർ വന്നു. ഏട്ടാ എൻ്റെ മോനെ പറഞ്ഞ് നാക്കെടുത്തില്ല. ഓ ഇതൊക്കെ പൊളി ഗെയിമൊക്കെ പോലെ തോന്നുന്നു. നമ്മൾ ആക്ച്വലി ഫുള്ള് മേലെ എത്തിയില്ല. പക്ഷേ ഓ ബ്യൂട്ടിഫുൾ വ്യൂ മാൻ. ഇവിടെ ഒരു പശുവേട്ടൻ ഉണ്ട്. പശുവേട്ടൻ സൗണ്ട് കേട്ട് എന്നെ കുത്താൻ വരുമോയെന്ന് എനിക്കറിയില്ല. പക്ഷേ സീന് തെറ്റി. എന്താണ് വഴി തെറ്റിന്നോ? എൻ്റെ മോന നല്ല ടോർക്കല്ലേ ഇതിന്. അത്രയും ഞങ്ങൾ കയറിയിട്ടുള്ളൂ. കഴിഞ്ഞ തീരുമാനം ഒരാണ്ട് ഇറങ്ങാൻ തോന്നുന്നു. പോയേക്കാം. അല്ലടാ ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഈ സാധനം ഇതുവരെ പറക്കുമ്പോൾ അങ്ങോട്ട് കയറൂലേ? ഇത് അല്ലാതെ ഇങ്ങനെ സെറ്റാക്കണ്ടേ? അതിന് കയറില്ലേ? ഓരിങ്ങനെ മറ്റേ സ്റ്റെബിലൈസർ. ഹലോ ഗൈസ്, ഇതാണ് നിങ്ങൾ നോക്കുന്ന ഇന്ത്യൻ ഡ്യൂട്ട്. ചാണകം. അവൻ കുറച്ച് പെൺകുട്ടികൾ വരുന്ന നോക്കിക്കാണ്. അതുകൊണ്ടാണ് ഹെൽമെറ്റൊക്കെ ഊരി നിൽക്കുന്നത്. അല്ലെങ്കിൽ ഹെൽമെറ്റ് ഊരാത്തത് അറിയാണ്. ഇന്ത്യൻ ഡ്യൂഡ് മാസ്ക് ഒക്കെ ഊരിയിട്ടുണ്ട്. ഇന്ത്യൻ ഡ്യൂഡ് ഇങ്ങോട്ട് നോക്കൂ. എന്താണ് താങ്കൾക്ക് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? ഓ മൈ ഗോഡ്, ഫേസ് റിവീൽഡ്. പറയൂ, എന്താണ് താങ്കൾക്ക് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? എല്ലാവരും പോയി എന്നല്ല, താങ്കൾക്ക് ഈ നിമിഷത്തിൽ എന്താ പറയാനുള്ളത്? ഓക്കെ, ഫാൻറ്റം ഹില്ല് ഒരു 1.5 പണി ആയതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടില്ല. കാരണം ഒരു വൃത്തിയിട്ട ക്ലൈമ്പാണ്. പിന്നെ ഒന്നാമത് 5:45 ആയി. സൺസെറ്റ് ആക്ച്വലി നൈസാണ്. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി അത് കയറാനുള്ളൊരു പ്രാപ്തി എനിക്കില്ല. അതുകൊണ്ട് നമ്മൾ പയ്യെ വണ്ടി തിരിക്കുകയാണ്. സോ കറൻ്റ്ലി വി ആർ റൈഡിങ് നമ്മളെ വിമൽ സേട്ടൻ്റെ വണ്ടി. മോൻ്റെ വണ്ടി നമ്മളങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് എക്സ്ചേഞ്ച് ചെയ്തായിരുന്നു വണ്ടി. അപ്പം ചുമ്മാ ഈ റൂട്ടൊന്ന് പിടിച്ച് നോക്കിയതാ. ആ റൂട്ട് പാളിയപ്പം നമ്മളായിട്ട് തന്നെ റൂട്ട് ഒരുമാതിരി ആനയൊക്കെ ഇറങ്ങുന്ന ടൈപ്പ് റൂട്ട് പോലെ ഉണ്ട്. പക്ഷേ രക്ഷയില്ല കേട്ടോ. വളവും തിരിവൊക്കെ എന്താ കയറി. ഓക്കെ, സിംഗട്ടം. ഓക്കെ ഓക്കെ, ഏതാണാവോ റൂട്ട്? ആ ഭാഗത്തൊക്കെ കാട് മൊത്തം കത്തിക്കിടക്കുന്നുണ്ട്. താഴെ ഫുള്ള് കത്തിക്കിടക്കുക. ഞാൻ ആക്ച്വലി റൂം കാണിക്കാൻ മറന്നുപോയി.
സിംഗിളായിട്ട് വരുന്ന കോട്ടേജസ് ഒരുപാടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് 5 സെക്ഷനായിട്ട് അങ്ങനെ കൊടുത്തത്. ആദ്യം കിട്ടിയത് നമുക്കൊരു ശോകമായിരുന്നു. ഇപ്പം റൂമൊന്ന് മാറി, ഇത് കുറച്ചും കൂടെ കുഴപ്പമില്ല. വ്യൂ കാണിച്ചു തരാം. നേരെ കയറി വരുന്നു. ഇത് ഫാനൊന്നും ഇട്ടല്ല കേട്ടോ, നല്ല കാറ്റ് അവിടെ നിന്ന് ഇങ്ങനെ അടിക്കാനാണ്. ഇത് ഒരു ചെറിയൊരു ഹാൾ പോലെ. പിന്നെ നേരെ കയറി വരുമ്പം ലെഫ്റ്റിൽ ബാത്റൂം, ഇവിടെ ഒരു റൂം. ഹലോ, ഇവിടെ ഒരു ഡബിൾ ബെഡ് വരും. അത്യാവശ്യം വൃത്തിയുള്ള റൂമാണ്. പിന്നെ നേരെ ഡയറക്റ്റ് പുറത്തോട്ട് ഒരു അടിപൊളി മാസീവ് വ്യൂ. ആഹാ, ഈ വ്യൂ ആണ് ഇതിൽ പൊളി. പിന്നെ നമുക്ക് ഗ്യാപ്പ് റോഡും കാണാം. അത്യാവശ്യം നല്ല അടിപൊളി മലയും പച്ചപ്പും ഒക്കെ ഉണ്ട്. പിന്നെ ഹാലേക്കും വ്യൂ സെറ്റാണ്. നല്ല തണുത്ത കാറ്റുണ്ട്.